ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുരിശിലെ മൂന്നാമത്തെ മൊഴി ധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 26 27 വാക്യങ്ങൾ വായിക്കുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ദൈവത്തിന് മഹത്വം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് മൂന്നാമത്തെ മൊഴി. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെയധികം വ്യത്യസ്തതകളോടുകൂടിയാണ്. നമ്മൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ധൈര്യത്തോടും ദൃഢചിത്തതയോടും കൂടി ക്രൂശിനെ അഭിമുഖീകരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്നും ഉതിർന്ന മൊഴികളൊക്കെ വൈകാരിക പ്രകടനങ്ങളല്ല, പ്രത്യുത ധ്യാന വചസ്സുകളാണ്. അതിനാൽ ഈ മൂന്നാമത്തെ മൊഴിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അർത്ഥമുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ കുരിശിന്റെ ചുവട് ശൂന്യമായിട്ടല്ല കാണുന്നത്. അവിടെ 3 സ്ത്രീകളുടെയും ഒരു ശിശുവിന്റെയും സാന്നിധ്യം ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂശിന്റെ അരികത്താണ് ഇവർ നിൽക്കുന്നത്. ദുഃഖിതരാണവർ. പല കാരണങ്ങൾ കൊണ്ടും അവർ അനുഭവിക്കുന്ന വേദനകൾ വളരെ ആഴമുള്ളതാണ്. ഇതിൽ ക്രിസ്തുവിന്റെ അമ്മയായ മറിയയുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നിന്റെ ഹൃദയത്തിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന ശിമ്യോന്റെ പ്രവചനം അത് പൂർത്തീകരിക്കപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് മറിയ ഇപ്പോൾ കടന്നു പോവുക. വേദനയുടെ അനുഭവത്തിൽ നിന്നും ഹൃദയരക്തം ഇറ്റിറ്റ് വീഴുന്ന അനുഭവത്തിലൂടെ മറിയ മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തു അവളെ കണ്ടു, അവളോട് സംസാരിക്കുന്ന ഒരു ഭാഗം ഈ മൊഴിയുടെ ഒരു ഭാഗം തന്നെയാണ്. വളരെ പ്രത്യേകത നിറഞ്ഞ ഒന്നാണത്. മറിയയുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അതിനെ വെളിപ്പെടുത്തുന്നതാണ്. കാരണം നമ്മൾ സുവിശേഷങ്ങൾ വായിച്ച് പരിശോധിക്കുമ്പോൾ കുരിശിന് മുൻപ് തന്നെ മറിയ വിധവയായി എന്നതാണ് യാഥാർത്ഥ്യം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അമ്മ ജീവനോടെ ഇരിക്കുമ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ പിതാവ് നഷ്ടപ്പെട്ടാൽ സംരക്ഷണ ചുമതല മൂത്ത പുത്രനിൽ നിക്ഷിപ്തമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനാണ് മറിയയെ സംരക്ഷിക്കേണ്ടുന്ന ചുമതല. പക്ഷേ ഇവിടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട, മകനെ നഷ്ടപ്പെടാൻ പോകുന്ന മറിയയുടെ ദൈന്യത എത്രയോ വളരെ വലുതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തു അത് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ നിന്നുമാണ് ക്രിസ്തു മറിയയോട് പറയുന്നത്, യോഹന്നാനെ ചൂണ്ടിക്കാണിച്ച്, ഇതാ നിന്റെ മകൻ. എന്നിട്ട് തിരിച്ച് യോഹന്നാനോട് പറയാണ്, ഇതാ നിന്റെ അമ്മ. അതാണല്ലോ മൂന്നാമത്തെ മൊഴി. വാസ്തവത്തിൽ ഈ മൊഴിയിൽ നിന്നും നമ്മൾ അത്തരുണത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൃഷ്ടി വ്യവസ്ഥയുടെ ദൃഢീകരണമാണ്. നമ്മളൊന്ന് സൃഷ്ടി വ്യവസ്ഥയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ദൈവം ആദാമിനെ കാണുമ്പോൾ ഇങ്ങനെയാണ് ആത്മഗതമായി പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഏകാന്തത ദൈവം ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. ഏകാന്തതയ്ക്ക് വിരാമം കുറിച്ചാണ് ദൈവം സൃഷ്ടിയിൽ വിവാഹം പോലും രൂപീകൃതമാക്കിയത്. ഇവിടെ കുരിശിന്റെ അരികിലായി ഏകാന്തത അനുഭവിക്കുന്ന മറിയയെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ഇതാ മകനെ, മൂത്ത മകനെയും നഷ്ടപ്പെടാൻ പോകുന്നു. ഏകാന്തതയുടെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുന്ന മറിയയ്ക്ക് പക്ഷേ ക്രിസ്തു ശിഷ്യന്റെ സംരക്ഷണം നൽകുന്ന മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏകാന്തതയ്ക്ക് വിരാമം കുറിക്കുന്ന ക്രിസ്തുവിനെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒന്നാമത്തെ മൊഴി എന്നത് സൃഷ്ടി വ്യവസ്ഥയുടെ ദൃഢീകരണമാണ്. ഏകാന്തതയുടെ അവസാനം കുറിക്കലാണ് മൂന്നാമത്തെ മൊഴി. വാസ്തവത്തിൽ ഇന്നത്തെ നവകുടുംബങ്ങളൊക്കെ ഏകാന്തത അതിന്റെ പാരമ്യത്തിൽ മുന്നോട്ട് പോകുന്ന അനുഭവങ്ങളല്ലേ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പല കുടുംബങ്ങളും ഛിദ്രമാകുന്നതിന്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കാനായി പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അഥവാ ഭാര്യയുടെ അച്ഛനമ്മമാരെ ഉൾക്കൊള്ളാൻ മരുമകന് കഴിയുന്നില്ല. ഭർത്താവിന്റെ അച്ഛനമ്മമാരെ ഉൾക്കൊള്ളാൻ മരുമകൾക്കും കഴിയുന്നില്ലാത്ത ഒരു പശ്ചാത്തലം. തിരിച്ചുമുണ്ട്.
പല അച്ഛനമ്മമാർക്കും തങ്ങളുടെ മരുമകനെയോ മരുമകളെയോ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം ഇന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ ഫലമൊക്കെ എന്ന് പറയുന്നത് ഏകാന്തതയാണ്. ഒറ്റപ്പെട്ട തുരുത്തുകളായി ഭവനങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിന്റെ നടുവിലാണ് ഈ മൂന്നാമത്തെ മൊഴി ഇന്നും സംഗതമാകുന്നത്. ഏകാന്തതയ്ക്ക് വിരാമം കുറിക്കുന്ന, സൃഷ്ടി വ്യവസ്ഥയെ ദൃഢീകരിക്കുന്ന ക്രിസ്തു. രണ്ടാമതായി ഈ മൊഴിയിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ബന്ധങ്ങളുടെ മൂല്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് 3 തരം ബന്ധങ്ങൾ ഉണ്ട്. 1 ദൈവത്തോടുള്ള ബന്ധം, 2 മനുഷ്യരോടുള്ള ബന്ധം, 3 പ്രകൃതിയോടുള്ള ബന്ധം. ഈ ബന്ധങ്ങളെല്ലാം വളരെ ഊഷ്മളമായും സജീവമായും നിലനിർത്താൻ ഏതൊരു വിശ്വാസിക്കും കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ബന്ധങ്ങളൊക്കെ സന്തുലിതമായി നിലനിർത്താനും ഏതൊരു വിശ്വാസിക്കും കഴിയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. സന്തുലിതമായി നിലനിർത്തുക എന്നുള്ളത്. ഇവിടെ ക്രൂശ് പോലും അതിനെ പ്രതീകവൽക്കരിക്കുന്നുണ്ട്. ലംബമായി നിൽക്കുന്ന കുരിശിന്റെ ഭാഗം മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ചും, തിരശ്ചീനമായി നിൽക്കുന്ന കുരിശിന്റെ ഭാഗം മനുഷ്യന് ദൈവത്തോടും പ്രകൃതിയോടുമുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ സൂചന നൽകുന്നുണ്ട്. ഈ ബന്ധങ്ങളെ സന്തുലിതമായി ക്രിസ്തു നിലനിർത്തുന്നു എന്നതാണ് കുരിശിലെ 3-ാം വഴിയുടെ പ്രാധാന്യത എന്നുള്ളത്. കാരണം ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ വീഴ്ച വരുത്തുക എന്നത് മനുഷ്യ സഹജമാണ്. ഒന്നുകിൽ ദൈവത്തോട് നല്ല ബന്ധം കാണും, മനുഷ്യരോട് ബന്ധം കാണത്തില്ല. തിരിച്ചും മനുഷ്യരോട് നല്ല ബന്ധം കാണും, ദൈവത്തോട് നല്ല ബന്ധം കാണുകയില്ല. എന്നാൽ കുരിശിലെ മൊഴികളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ ക്രിസ്തു എല്ലാ ബന്ധങ്ങളെയും ദൃഢമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അനുതപിച്ച കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്യുമ്പോൾ സഹചരോടുള്ള ബന്ധം ക്രിസ്തു ദൃഢമാക്കുന്നുണ്ട്. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ പിതാവേ എന്ന് തന്നെ വിളിച്ച് പലപ്പോഴും അഭിസംബോധന ചെയ്യുമ്പോഴും പിതാവായ ദൈവത്തോടുള്ള ബന്ധവും ക്രിസ്തു സജീവമായി നിലനിർത്തുന്നുണ്ട്. ആ സജീവതയുടെ പൂർത്തീകരണമാണ് വാസ്തവത്തിൽ നമുക്ക് ഈ 3-ാം വഴിയിൽ കാണാൻ കഴിയുക. കാരണം തൻ്റെ അമ്മയായ മറിയയുടെ സംരക്ഷണം മൂത്ത മകൻ എന്ന നിലയിൽ തൻ്റേതാണ് എന്ന്, തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ക്രിസ്തുവിന് അറിയാം. എന്നാൽ തൻ്റെ ഇഹലോക ജീവിത അവസാന നിമിഷങ്ങളിൽ ആ ചുമതല തൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാന് നൽകുന്നതിലൂടെ മറിയയുടെ സംരക്ഷണ ചുമതലയുടെ പൂർത്തീകരണം ക്രിസ്തു കുരിശിൽ നിർവഹിക്കുക. മറ്റൊരർത്ഥത്തിൽ നാം ചിന്തിച്ചതുപോലെ സന്തുലിതമായിരിക്കുന്ന ബന്ധങ്ങൾ, അതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രിസ്തുവിനെ നമ്മളിവിടെ കാണുകയാണ്. ഒരേ സമയം ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം സജീവമായി നമ്മൾ നിലനിർത്തേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ 3-ാമത്തെ മൊഴി ഇത് നമുക്ക് നൽകുന്ന ആഴമേറിയ ഒരു ചിന്തയാണ്. ഇന്ന് ബന്ധങ്ങൾ സന്തുലിതമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒന്നുകിൽ ദൈവത്തോട് നല്ല ബന്ധം കാണും, ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യരോട് നല്ല ബന്ധം കാണും. രണ്ടുപേരോടും ഒരുപോലെ സന്തുലിതമായ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ചുരുക്കം ചില ആളുകളിലേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഞായറാഴ്ചകളാണ് ഇന്ന് പലർക്കും യാത്ര ചെയ്യാനുള്ള ഒരു വേള. ആകെക്കൂടി ഒഴിവ് കിട്ടുന്ന ഒരു ദിവസം എന്നാണ് അതിനെ പലരും വ്യാഖ്യാനിക്കുക. ദൈവാരാധനയോ ദൈവത്തോടുള്ള ബന്ധമോ ഒന്നും അവിടെ കണ്ടുമുട്ടുന്നില്ല. പല കുടുംബങ്ങളും ഛിദ്രമാകുന്നതും ഇതിന്റെ മറ്റൊരു തലം കൊണ്ട് തന്നെയാണ്. അഥവാ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ആർക്കും സമയമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കുടുംബത്തോടുള്ള ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ള ഒരു ചിത്രം. ഇവിടെ 3-ാമത്തെ മൊഴി കാലാതീതമായി ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് ബന്ധം വേണം, മനുഷ്യരോട് ബന്ധം വേണം. അത് സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3-ാമത്തെ മൊഴി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മോട് സംസാരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് സൃഷ്ടി വ്യവസ്ഥയുടെ ദൃഢീകരണമാണ്. ഏകാന്തത വിരാമം കുറിക്കുന്ന ഒരു മൊഴിയാണ് 3-ാമത്തേത്. 2, ബന്ധങ്ങളുടെ സന്തുലിത അവസ്ഥയെ വർണ്ണിക്കുന്നതാണ് 3-ാമത്തെ മൊഴി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ഏകാന്തത വിരാമം കുറിക്കുന്ന നല്ല ജീവിതങ്ങളായി മുന്നോട്ട് പോകാം. ബന്ധങ്ങളെ സന്തുലിതമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.